ഹായ്, എല്ലാ കൂട്ടുകാർക്കും കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായി വീഡിയോകളൊക്കെ ഇട്ടിട്ട് എനിക്ക് ചെറിയൊരു വയ്യാഴിയൊക്കെ വന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഏതായാലും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറഞ്ഞ് വേണ്ടിയിട്ടെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു മുറിവ് ഉണ്ടായി നമ്മുടെ കടയിൽ വെച്ചിട്ട്. അത് കാരണം ഞാൻ കുറച്ച് റെസ്റ്റിലൊക്കെയാണ്. അതാണ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തത്. ഇതാണ് മുറിവ്. നമ്മുടെ കടയുടെ സൈഡിലത്തെ തകിട് കൊണ്ടതാണ്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം ഉണ്ടായത്. ഇന്ന് 8 ദിവസമൊക്കെ ആയിട്ടേ ഉള്ളൂ. ഭയങ്കര പെയിനും ഭയങ്കര വേദനയൊക്കെയാണ്. കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും വർത്താനം പറയാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് പറഞ്ഞാൽ എല്ലാവർക്കും എത്രത്തോളം മനസ്സിലാവണമെന്നില്ല. അത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ മുറിവ് നല്ല മുറിവുണ്ട്. അകത്തൊരു 6 സ്റ്റിച്ചും പുറത്തൊരു 12 സ്റ്റിച്ചും ഉണ്ട്. പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തൊന്നുമില്ല ഇത്രയും വലിയ മുറിവുണ്ടെന്നും ഒന്നും. എനിക്കിപ്പോൾ ആരെയും അങ്ങനെ വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. എന്തോ ഒരുപാട് ശ്രദ്ധിച്ചും സൂക്ഷിച്ചൊക്കെ നടക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. എന്ത് പണി ചെയ്യുമ്പോഴായാലും ഒരുപാട് ശ്രദ്ധയോടുകൂടി തന്നെയാണ് എല്ലാ പണിയിലും ഏർപ്പെടുന്നത്. എന്തെന്നറിയില്ല. കുറേ മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഓരോരോ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആയിരിക്കാം ഓരോരുത്തരുടെ ഒരു എന്താ പറയണ്ടേ, ഒരു മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. നമ്മളെന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ഒരാളെന്തെങ്കിലും നാവെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഫലവത്താവും എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്തോ കൂടുതലൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എന്തു തന്നെ ആയാലും എന്താ പറയുക, വരാനുള്ളത് എനിക്ക് വന്നു. അതനുഭവിക്കുന്നത് ഞാൻ മാത്രമാണ്. പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ പരിഹസിച്ചും ചിരിച്ചും നടക്കുന്നുണ്ട്. ആർക്കും എപ്പോഴും വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വരാം, ഇല്ലേ? എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് നാളെ ഒന്നും വരില്ലെന്നോ അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കൊന്നും വരില്ല, എൻ്റെ ചേട്ടനൊന്നും വരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് എല്ലാവരും, നമ്മൾ മനുഷ്യരായി പിറന്ന എല്ലാവർക്കും എപ്പോഴൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കാനോ പറയാനോ പറ്റാത്തൊരു കാലമാണ് ഇപ്പോൾ. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കും. ഇപ്പോൾ ഞാൻ നിന്ന ഇരിപ്പിൽ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് കാണുന്ന കുറേ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു വിഷമത്തോടു കൂടി തന്നെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയതാണ്, എന്താ ഏതാന്ന് മുറിഞ്ഞതെന്ന് പലരോടും ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെ മുറിഞ്ഞു, എങ്ങനെ ഇതായി എന്ന് പറയാനായിട്ടുള്ളൊരു അവസരമൊന്നും അവർ തരുന്നില്ല. ഉടനെ തന്നെ അടുത്ത വായിൽ ചോദിക്കുന്നത് ഭർത്താവ് അടിച്ചതാണോ, ഗാർഹിക പീഡനമാണോ, ഭർത്താവ് വെട്ടിയതാണോ, ഈ മാതിരി ഒരു വൃത്തികെട്ട ചോദ്യങ്ങളാണ് ആൾക്കാർ മുഴുവനും ചോദിക്കുന്നത്. എന്താണെന്നറിയില്ല കേട്ടോ. ഇത് മുറിഞ്ഞ അന്ന് തൊട്ട് പക്ഷേ എനിക്ക് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തന്നെയാണ് ഒരുപാട് ആഗ്രഹം. എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും ദിവസമൊക്കെ ആയപ്പോഴാണ് ഞാൻ പതുക്കെ ഒന്ന് കൂടുതലായിട്ട് വർത്തമാനം പറയുന്നത്. അതുവരെ ഞാൻ അധികം വർത്തമാനം പറയുന്നില്ലായിരുന്നു. കാരണം എനിക്ക് വർത്തമാനം പറയുമ്പോൾ വേദനയായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വേദന, ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ട്. വേദന മാത്രമല്ല, തലകറക്കം, ഛർദിൽ, അങ്ങനെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുന്നില്ല. വീട്ടിലൊറ്റയ്ക്കായി പോകും. ചേട്ടനും കൂടെ കടയിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ തനിയായി പോകും. ഇവിടെ ഇരുന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ആളുടെ കൂടെ തന്നെ പോയി വണ്ടിയിൽ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യണത്. വണ്ടിയിൽ റെസ്റ്റ് എടുത്ത് ഇടയ്ക്ക് കടയിൽ വല്ല ആൾ കൂടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി വന്ന് എന്തെങ്കിലും എടുത്തു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ. ജോലികളൊന്നും ഞാൻ തന്നെ ചെയ്യുന്നില്ല. വീട്ടിലെ പണികളോ കടയിലെ പണികളോ ഒന്നും ഒരു പണികളും ഞാൻ ചെയ്യുന്നില്ല. എന്തെങ്കിലും ജസ്റ്റ് കാണിച്ചും പറഞ്ഞും എടുത്തും ചെറിയ സംഭവങ്ങൾ എന്തെങ്കിലും കൊടുക്കുക, അല്ലാതെ ഞാൻ കൂടുതൽ പണികളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ കടയിൽ കയറി വന്നു കഴിഞ്ഞാൽ വരുന്ന പല ആൾക്കാർ പല സ്വഭാവക്കാരാണ്, സമ്മതിച്ചു. പക്ഷേ നമുക്ക് എപ്പോഴും ഒന്നും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും വന്നിട്ട് രാവിലെ നേരം പുലരുമ്പോൾ തൊട്ട് എന്നെ കാണുമ്പോൾ തൊട്ട് ഭർത്താവ് തല്ലിയോ, ഭർത്താവ് ഇടിച്ചോ, ഭർത്താവ് ചതച്ചോ, ഇത് തന്നെ ചോദിക്കാൻ നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഇത് തന്നെ ചോദിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ചേട്ടാ, ഒരു മുറിവ്, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭർത്താവ് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയെന്നാണ് പറയണത്. എന്തും നമുക്ക് എപ്പോഴും സംഭവിക്കാം. മുറിഞ്ഞു എന്ന് പറയുന്ന ഉടനെ തന്നെ ഭർത്താവ് തല്ലിയോ, വെട്ടിയോ, കുത്തിയോ, ഇത് തന്നെയാണ് ആൾക്കാരുടെ ഒരു വൃത്തികെട്ട ചോദ്യം. ഇത് കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞ ദേഷ്യവും കലിയും വരാറുണ്ട്. 1-2 പേരോട് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു. കാരണം എന്തിനാ ഇങ്ങനെ പറയണത്? ഒരു ആപത്ത് വന്നത് എന്ത് പറ്റി, എന്താ ഏതാണെന്ന് ചോദിക്കാതെ ഇരുന്ന് കുറ്റം പറയണത് തന്നെ എന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടന് യാതൊരുവിധ പങ്കുമില്ല. അന്ന് അവരനുഭവിച്ച ടെൻഷനും ഇന്നിപ്പോൾ അവരനുഭവിക്കുന്ന ടെൻഷനും അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഈ മുറിവ് എനിക്കാണ് വന്നതെങ്കിലും വേദന കൂടുതൽ അവർക്കാണ്. എനിക്ക് വേദന ഇല്ലെന്നല്ല, പക്ഷെ അതിൽ കൂടുതൽ വേദന അവർ അനുഭവിക്കുന്നുണ്ട്. ആ സെക്കൻഡ് മുറിഞ്ഞ നിമിഷം തന്നെ എൻ്റെ കാറിൽ കയറ്റി പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ ഒന്നും എടുത്തില്ല. അവസാനം ഈരാറ്റുപേട്ട ഹോസ്പിറ്റലിൽ
കയറി അവിടെ ചെന്നപ്പോഴും അവർ ബൈ ചാൻസ് നോക്കട്ടെ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഉറപ്പില്ല, അല്ലെങ്കിൽ കൊച്ചിക്ക് കൊണ്ടുപോകേണ്ടി വരും എന്നെല്ലാം പറഞ്ഞ് സംസാരിക്കുമ്പോഴും ആളുടെ മനസ്സിൽ എത്രത്തോളം വിഷമം ഉണ്ടാവുമെന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ വയ്യാതിരിക്കുന്ന ഈ ചോരയിൽ കുളിച്ച് എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ബ്ലഡ് ഒലിക്കുകയാണ്, ഉച്ച സമയമാണ്, ബ്ലഡ് നിൽക്കണില്ല. അങ്ങനെയുള്ള എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ ഭർത്താവിനുണ്ടാകുന്നൊരു മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ എന്തോരെയാണെന്നറിയാമോ. പിന്നെ ഇപ്പോൾ അവർ കേൾക്കുന്ന ഈ വർത്തമാനം, അവരൊന്നും പ്രതികരിക്കുന്നില്ലായിരിക്കും, പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയ്യാത്ത കാര്യത്തിന് ഒരാൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരൊക്കെ എന്താണ് ഇങ്ങനെയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ വീട്ടിലൊരു ഭാര്യയ്ക്ക് ഇവരെവിടെയെങ്കിലും പോകുമ്പോൾ പാടില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഇയാൾ ഉദ്ദേശിച്ചെന്നല്ല ഇയാൾ ചെയ്തെന്ന് നമ്മൾ പറയുമോ? ഇല്ലല്ലോ, അത് ശരിയായ കാര്യമല്ലല്ലോ. പിന്നെ പറയട്ടെ, പറയുന്നവരിരുന്ന് പറയട്ടെ, എനിക്കൊരു ചുക്കുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണവർ പറയട്ടെ എന്നല്ലേ ഞാൻ പറയുള്ളൂ. എനിക്കെന്താണ് സംഭവിച്ചതെന്ന് എനിക്കും മുകളിലിരിക്കുന്ന ദൈവത്തിനും പിന്നെ കുറച്ച് ആൾക്കാരെ എനിക്ക് ബോധിപ്പിച്ചാൽ മതി. എനിക്കിപ്പോൾ എല്ലാവരെയും ഒന്നും ബോധിപ്പിക്കാനും എല്ലാവരെയും ഒന്നും പറഞ്ഞ് മനസ്സിനെ തൃപ്തിപ്പെടുത്താനും പറ്റില്ല. ഇപ്പോൾ എന്തായാലും ഞാൻ ഈ അനുഭവിച്ച വേദനയും എനിക്ക് ആരും 1 രൂപ കൊണ്ട് തരാനോ അല്ലെങ്കിൽ എൻ്റെ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ നോക്കാനോ ഒന്നും ഈ പറഞ്ഞ ആരും വന്നില്ലല്ലോ. സഹായിക്കാൻ വന്നോ? ഇല്ല. എന്ത് പറ്റി എന്താ ഏതാണെന്ന് സ്നേഹത്തോടെ എന്നോട് വന്ന് ചോദിക്കാൻ വന്നതും ചുരുങ്ങിയ ആൾക്കാരാണ്. അത് ആരാണെന്ന് എനിക്കറിയാം. എൻ്റെ ഒപ്പം അന്ന് നിന്നതും ഇപ്പോൾ എന്നോട് ഓരോരോ ദിവസങ്ങളിൽ വന്ന് വിശേഷങ്ങൾ ചോദിക്കുന്നവരും എനിക്കറിയാം. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. എല്ലാവരെയും ഞാൻ അടച്ചു പറയുന്നില്ല. കുറേ പേര് നല്ല സ്നേഹത്തോടെ ഇത് മുറിഞ്ഞ നിമിഷം തൊട്ട് ഭയങ്കര സങ്കടമുണ്ട്, എന്ത് പറ്റി എന്താ, പിന്നെ ഒരുപാട് പേര് ഫോൺ ചെയ്യുന്നുണ്ട്, എന്ത് പറ്റി വണ്ടി ഇങ്ങനെ പോണ കണ്ടല്ലോ, എന്ത് പറ്റി എന്നെല്ലാം ചോദിക്കുന്നവരും ഉണ്ട്. ആൾക്കാരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കൊള്ളില്ലാത്ത വർത്തമാനം പറയുന്ന ആൾക്കാരാണ് ഉള്ളത്. എന്തായാലും സംഭവിക്കാനുള്ള എനിക്ക് സംഭവിച്ചു. ഈ വേദനയിൽ അവർ പങ്കുചേരാനോ എനിക്ക് 1 രൂപ തരാനോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒന്നും ഇവരാരും വരുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ആവശ്യമില്ലാത്ത ഡയലോഗുകൾ ഇരുന്ന് പറയുന്നത് നല്ലതല്ല അവർക്ക്, അത്രയേ ഉള്ളൂ. എപ്പോഴും നമ്മളത് കേട്ട് നിൽക്കുന്നതും പാടാണ്. അപ്പോൾ ഇതാണ് വലിയൊരു സംഭവം ഉണ്ടായത്. എന്താ പറയുക, വരാനുള്ള വഴി തങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ എനിക്ക് വരാനുള്ളതായിരുന്നത് വന്നു. ഇനിയിപ്പോൾ അത് തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നതുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതായിരിക്കും.